മധുരയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പഴമുതിർച്ചോല മുരുകന്റെ 6 പ്രധാന വാസസ്ഥലങ്ങളിൽ ഒന്നാണ് അറുപട വീട് എന്നറിയപ്പെടുന്നു. തിരുപ്പറങ്കുന്തിരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പഴനി ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം, സ്വാമിമലൈ സ്വാമിനാഥ സ്വാമി ക്ഷേത്രം, തിരുച്ചെന്തൂർ സെന്തിൽ ആണ്ടവർ ക്ഷേത്രം, തിരുട്ടാണി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവയാണ് മുരുകന്റെ മറ്റ് പ്രധാന വാസസ്ഥലങ്ങൾ. ചുറ്റും കാടുകളുള്ള ഒരു കുന്നിൻ മുകളിൽ വിഷ്ണു അഴകർ കോവിലിന്റെ ക്ഷേത്രത്തിന് വളരെ അടുത്താണ് ഇത്. മുരുക ഭഗവാൻ തന്റെ 2 ദിവ്യപത്നിമാരായ വള്ളി, ദൈവാനി എന്നീ ദേവതകളോടൊപ്പമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഭഗവാന്റെ അനുഗ്രഹം തേടി ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നത്. വിവാഹം നടക്കാനും സന്താനഭാഗ്യത്തിനുമായി ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ വരാറുണ്ട്. വിദ്യാരംഭത്തിനും ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. ഈ സ്ഥലത്തിന്റെ ദൃശ്യഭംഗിയും നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഇടതൂർന്ന വനങ്ങളാൽ മൂടപ്പെട്ട ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് അരുൾമിഗു സോലൈമലൈ മുരുകൻ ക്ഷേത്രം. തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് ക്ഷേത്രത്തിന്റെ പരിപാലനവും ഭരണവും നടത്തുന്നത്. ഇടതൂർന്ന വനത്താൽ ചുറ്റപ്പെട്ട ഒരു കുന്നിൻ മുകളിലാണ് പഴമുതിർച്ചോല സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യമനുസരിച്ച് ഈ വനം വള്ളിദേവിയുടെ ഭവനമായിരുന്നു. മുരുകൻ, വള്ളി, ദേവസേന, ഗണേശൻ എന്നീ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. മുരുകന്റെ 6 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായതിനാൽ ക്ഷേത്രത്തിന്റെ സ്തുതിയിൽ രചിക്കപ്പെട്ട സ്തുതിഗീതങ്ങൾ 8 തുകൈ, പാട്ടുപാട്ട്, ചിലപ്പതികാരം തുടങ്ങിയ പുരാതന തമിഴ് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഴകർ കോവിലിലെ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ യഥാർത്ഥ ഭവനം അഴകർ കോവിലാണെന്നും പറയപ്പെടുന്നു. പിന്നീട് മധുരയിൽ തിരുമലൈ നായക്കിന്റെ ഭരണകാലത്ത് പ്രതിഷ്ഠ പഴമുതിർച്ചോലയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. പ്രശസ്ത തമിഴ് കവി നക്കീരർ തന്റെ തമിഴ് കവിതയായ തിരുമുരുകാതൃപ്പടിയിൽ സോളൈമലയെ പരാമർശിച്ചു. സന്ദർശകരുടെ കാര്യത്തിൽ ഇത് അറുപട വീടുകളിൽ 6ാമത്തേതാണെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ സസ്യജന്തുജാലങ്ങളാൽ ലോകമെമ്പാടുമുള്ള ധാരാളം ഭക്തരെ ഇത് ഇപ്പോഴും ആകർഷിക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്തമായ ഐതിഹ്യമനുസരിച്ച് മുരുക ഭഗവാന്റെ കടുത്ത ഭക്തയായ തമിഴ് കവി ഔവ്വയാറെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ ഭഗവാൻ പരീക്ഷിച്ചു. ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തർ ഇന്നും ഈ വൃക്ഷത്തെ ആരാധിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ ഔവ്വയാർ മധുരയിലേക്ക് കാൽനടയായി പോകുകയായിരുന്നു. നീണ്ട നടത്തവും വെയിലുമേറ്റ് തളർന്ന് അവർ ഞാവൽ മരത്തിന്റെ തണലിലിരുന്നു. ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ അവൾക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുരുക ഭഗവാൻ കന്നുകാലികളെ വളർത്തുന്ന കുട്ടിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാവൽ മരത്തിൽ ഇരുന്ന് രുചികരമായ പഴങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുരുകൻ ഔവ്വയാരോട് ചോദിച്ചു, "എന്താ മുത്തശ്ശി, നിങ്ങൾ വളരെ ക്ഷീണിതനാണെന്ന് തോന്നുന്നു. വിശപ്പ് മാറ്റാൻ നിങ്ങൾക്ക് പഴങ്ങൾ വേണോ?" ഇത് കേട്ട് സന്തോഷിച്ച വൃദ്ധ ഉടൻ തന്നെ പഴങ്ങൾ വേണം എന്ന് പറഞ്ഞു. ഇതുകേട്ട് ഭഗവാൻ ഔവ്വയാരോട് വീണ്ടും ചോദിച്ചു, "മുത്തശ്ശി, നിങ്ങൾക്ക് ചൂടുള്ള പഴങ്ങൾ വേണോ അതോ തണുത്ത പഴങ്ങൾ വേണോ എന്ന് ചോദിച്ചു. അതായത് തമിഴിൽ സുട്ട പഴം വേണമാ, സുടാത്ത പഴം വേണുമാ എന്നാണ്. ഉള്ളിലെ അർത്ഥം മനസ്സിലാക്കാതെ ഔവ്വയാർ പരിഹസിക്കുകയും തനിക്ക് ചുട്ട പഴങ്ങൾ വേണം എന്ന് കുട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ട് ബാലൻ മരക്കൊമ്പുകൾ കുലുക്കി. പഴങ്ങൾ നിലത്തു വീണു. ഔവ്വയാർ മരത്തിൽ നിന്ന് വീണ പഴങ്ങൾ പെറുക്കി. ഔവ്വയാർ അവയെ എടുത്തു. അതിൽ പറ്റിപ്പിടിച്ചിരുന്ന മണ്ണ് നീക്കം ചെയ്യാൻ അവൾ പഴങ്ങളിൽ നിന്ന് പൊടി ഊതുമ്പോൾ ഇത് കണ്ട കുട്ടി കുസൃതിയോടെയും തമാശയോടെയും ഔവ്വയാരോട് ചോദിച്ചു, "എന്താണ് മുത്തശ്ശി, പഴം ശരിക്കും ചൂടാണോ? എന്നിട്ട് തണുത്തതിന് ശേഷം കഴിക്കുക." ഇതുകേട്ട് ഔവ്വയാർക്ക് ജ്ഞാനബോധമുണർന്നു. ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പഴങ്ങളോട് ഉപമിക്കാമെന്ന് ഔവ്വയാർ മനസ്സിലാക്കി. പഴങ്ങൾക്ക് ചുറ്റുമുള്ള മണൽ ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ അഭിനിവേശത്തിനും മനുഷ്യരോടുള്ള വാത്സല്യത്തിനും തുല്യമാണ്. ആ വാത്സല്യം ഇല്ലാതാക്കാൻ വിദ്യാസമ്പന്നരായ അറിവ് മാത്രം മതിയെന്നും ആത്മീയ പ്രാധാന്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഔവ്വയാർ തിരിച്ചറിഞ്ഞു. ഒരു ചെറിയ ഗ്രാമീണ ബാലന്റെ ബുദ്ധിപരമായ വാക്കുകളുടെ കളിയും കാവ്യപരിജ്ഞാനവും കേട്ടത് അവളെ അമ്പരപ്പിച്ചു. ഇത് സാധാരണ കാര്യമല്ലെന്ന് മനസ്സിലാക്കിയ അവൾ കുട്ടിയോട് അവന്റെ യഥാർത്ഥ വ്യക്തിത്വം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ തീക്ഷ്ണമായ അപേക്ഷയ്ക്ക് ശേഷം മുരുകൻ പ്രത്യക്ഷപ്പെട്ട് അവളെ അനുഗ്രഹിച്ചു. വൃഷഭദ്രി അല്ലെങ്കിൽ ഇടബഗിരി എന്നും അറിയപ്പെടുന്ന സോലൈമലൈ കുന്നിലാണ് മുരുകന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ അദ്ദേഹം തന്റെ ഭാര്യമാരായ വല്ലിയോടൊപ്പം ഇച്ഛാശക്തിയായും ദേവയാനിയെ ക്രിയാശക്തിയായും ആരാധിക്കുന്നു. അതേസമയം ഭഗവാൻ ജ്ഞാനശക്തിയെ ഉൾക്കൊള്ളുന്നു. കുന്നിൻ മുകളിൽ നൂപുര ഗംഗ സ്ഥിതി ചെയ്യുന്നു. റക്കായി അമ്മന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തിനടുത്തുള്ള പ്രകൃതിദത്ത നീരുറവയാണ്. പഴമുതിർച്ചോല മുരുകനെ സന്ദർശിക്കുന്ന തീർത്ഥാടകർ ഈ പുണ്യവസന്തത്തിൽ കുളിക്കാനുള്ള അവസരം ഒരിക്കലും ഒഴിവാക്കില്ല. നൂപുര ഗംഗ എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത നീരുറവയാണ് ഇത്. രാക്കായി അമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇത്. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിലേക്കു വരുന്ന തീർത്ഥാടകർ പറയുന്നത് വിഷ്ണുവിന്റെ കണങ്കാലിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ നീരുറവ എന്ന് പറയപ്പെടുന്ന ഈ ചെറിയ പവിത്രമായ നീരുറവയിൽ കുളിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഭക്തർക്ക് ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനടുത്തായി സിലമ്പാർ നദി ഒഴുകുന്നു. ഇവിടുത്തെ മുരുകൻ ഒറ്റമുഖവും 4 കൈകളുമുള്ള നിൽക്കുന്ന ഭാവത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഭാര്യമാരുടെ വിഗ്രഹങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നു.
കല്ലുകൊണ്ട് നിർമ്മിച്ച ഭഗവാന്റെ വേൽ സവിശേഷ പ്രാധാന്യമുള്ളതും ഭക്തർ വലിയ ആരാധനയോടെ ആരാധിക്കുന്നതുമാണ്. കാർ, വാൻ, ഇരുചക്രവാഹനം, ബസ് എന്നിവയിലൂടെ പഴമുതിർ ചോലയിൽ എത്തിച്ചേരാം. മധുരയിൽ നിന്ന് 44 നമ്പർ റൂട്ട് ബസ്സിൽ ഇവിടെ എത്തിച്ചേരാം. കുന്നിൻ ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഓരോ 20 മിനിറ്റിലും ഒരു ഷട്ടിൽ ബസ് ഉണ്ട്. ഏകദേശം 15 മിനിറ്റ് എടുക്കും ക്ഷേത്രത്തിലെത്താൻ. 3.4 കിലോമീറ്ററാണ് ദൂരം. അസംഖ്യം ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, പ്രകൃതിദത്ത ഉറവകൾ എന്നിവയാൽ അനുഗ്രഹീതമായ ഫലഭൂയിഷ്ടമായ ഒരു കുന്നാണ് പഴമുതിർച്ചോല. വള്ളി താമസിച്ചിരുന്ന ഇടതൂർന്ന വനമാണിത്. വള്ളി, ദൈവാനി, മുരുകൻ എന്നിവർക്ക് പ്രത്യേകം കോവിലുകളുള്ള ഈ ക്ഷേത്രം താരതമ്യേന ചെറുതാണ്. ഗണപതിക്കായും ഒരു പ്രത്യേക ശ്രീകോവിലുണ്ട്. പഴമുതിർച്ചോലയ്ക്ക് മുകളിൽ മറ്റൊരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെ പ്രാദേശിക ഗോത്രവർഗക്കാർ ജീവിതം നയിക്കുന്നു. നൂറുകണക്കിന് മുരുക ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 ക്ഷേത്രങ്ങളാണ് മുരുകന്റെ വാസസ്ഥലങ്ങളായ ആറുപടൈ വീടുകൾ. മുരുകന്റെ ജീവിതചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങൾ ഈ സ്ഥലങ്ങളിൽ സംഭവിച്ചതായാണ് വിശ്വാസം. ആറുപടൈ വീടുകളിൽ അവസാനത്തേത് ആണ് പഴമുതിർച്ചോലൈ. ചിലപ്പതികാരം, എട്ടുത്തൊകൈ, പത്തുപാട്ട് തുടങ്ങിയ പഴയകാല തമിഴ് സാഹിത്യങ്ങളിൽ പഴമുതിർച്ചോലൈ മുരുകനെ പരാമർശിച്ചിട്ടുണ്ട്. രാവിലെ 5:30 മുതൽ 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 9 മണിവരെയും ക്ഷേത്രം തുറന്നിരിക്കും. എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളെയും പോലെ പഴമുതിർച്ചോല മുരുകൻ ക്ഷേത്രവും 6 കളം പൂജയുടെ പാരമ്പര്യം പിന്തുടരുന്നു. രാവിലെ 5:30 വിശ്വരൂപ ദർശനം. അത് കഴിഞ്ഞാൽ രാവിലെ 7:15 വീഴപൂജയും നടക്കുന്നു. രാവിലെ 8 മണിക്ക് കലാസന്ധി പൂജയും ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചകാല പൂജയും വൈകുന്നേരം 6 മണിക്ക് സായരക്ഷ പൂജ. രാത്രി 8 മണിക്ക് രാക്കളം പൂജയും നടക്കുന്നു. സ്കന്ദഷഷ്ഠി ഉത്സവം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന സ്കന്ദഷഷ്ഠി ഉത്സവം മുരുകൻ ശൂരപദ്മന്റെ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ഉത്സവമാണ് ഈ ഉത്സവം. ഈ വർഷത്തെ സ്കന്ദഷഷ്ഠി 2024 നവംബർ 2 മുതൽ 2024 നവംബർ 7 വരെയാണ്. വൈകാശി വിശാഖം ദിനം, മെയ്, ജൂൺ മാസങ്ങളിൽ നടക്കുന്ന ഈ ഉത്സവം മുരുകന്റെ അവതരണത്തെ അനുസ്മരിക്കുന്നു. ഈ ദിവസം ഭക്തർ വ്രതമനുഷ്ഠിക്കുകയും അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. മുരുകൻ ദീർഘായുസ്സ് നൽകുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് തിരുകാർത്തികൈ ഉത്സവം. തിരുകാർത്തികൈ ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക വിളക്ക് ഉത്സവങ്ങൾ നടക്കുന്നു. വഴികാണിച്ചും ഇരുട്ടിനെ അകറ്റുന്നതിന്റെ പ്രതീകമായും ഭക്തർ വിളക്കുകൾ കത്തിച്ചും ക്ഷേത്രം മുഴുവൻ വിളക്കുകൾ തെളിയിച്ച് ഉത്സവം ആഘോഷിക്കുന്നു.